الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകളും കൽപ്പനകളും പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് ലഹരിയുമായി, ഡ്രഗ്സുമായി, മദ്യവുമായി ഇസ്ലാം അതിനെതിരെ പുലർത്തുന്ന വളരെ കർശനമായ കാർക്കശ്യമുള്ള നിലപാടുകളെ പറ്റിയാണ് സൂചിപ്പിച്ചത്. ഇത്രയേറെ ക്ലാരിറ്റിയുള്ള വിരോധം, ഡ്രഗ്സിനെതിരെ ഇത്ര ശക്തമായ ക്ലാരിറ്റിയുള്ളൊരു വിരോധം ഏറ്റവും അധികം അത് പുലർത്തുന്നത് ഇസ്ലാമാണ്. എത്രത്തോളം തീവ്രമായ നിലപാടാണ് ഇസ്ലാം ആ വിഷയത്തിൽ വിശ്വാസികളോട് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടത്. തീവ്രമെന്നത് നമ്മുടെ ഭാഷാപരമായ പരിമിതികളാണ്.
എത്രയും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ അള്ളാഹു റസൂലും ലഹരിക്കെതിരെ നമ്മൾ ഓർമ്മപ്പെടുത്തി. ലഹരി എന്ന് പറയുന്ന മലയാള പദത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാ ഖാമറൽ അഖ്ൽ എന്നാണ്. തലയെ, ബുദ്ധിയെ, തലച്ചോറിനെ തകിടം മറിക്കുന്ന, സ്വാധീനിക്കുന്ന അവസ്ഥ, അതാണ് ഖംറ്. അത്തരം വസ്തുക്കളാണ് ഖംറ്. മാറ്റിമറിക്കുക, തലയുടെ ചിന്തയെ, തലച്ചോറിനെ മാറ്റിമറിക്കുക, അതാണ് ലഹരി കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു, ലഹരി എന്ന മലയാള പദത്തിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തി ശീലിച്ചിട്ടുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറിച്ച് മാ ഖാമറൽ അഖ്ൽ, തലച്ചോറിനെ സ്വാധീനിക്കുന്ന ലഹരികളെ പറ്റിയിട്ടാണ്. അത്തരം നിലപാടുകൾ, അതിനെതിരെയുള്ള നിലപാടുകൾ ഒരു ഈമാന്റെ ഭാഗമായിട്ട് സത്യവിശ്വാസികൾ അത് സ്വീകരിക്കണം. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. കേവലം ഒരു സാമൂഹികമായിട്ടുള്ള നിലപാടോ സമൂഹത്തിൻ്റെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട ഒരു നിലപാടോ എന്ന അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഡ്രഗ്സിനോടുള്ള ഇസ്ലാമിൻ്റെ നിലപാട് ഈമാനുമായി ബന്ധപ്പെട്ട നിലപാടാണ്. എത്രത്തോളമാണ് നാം അതുമായി രമ്യമാകുന്നത്, രാജിയാകുന്നത്, അത്രത്തോളം നമ്മുടെ ഈമാൻ നമ്മിൽ നിന്ന് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആലയും അവൻ്റെ പ്രവാചകനും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ഒരു വ്യഭിചാരി മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കൂല. ഒരു വ്യഭിചാരി മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കില്ല. വലാ യശ്റബുൽ ഖംറ ശാരിബുഹ ഹീന യശ്റബുഹ വഹുവ മുഅ്മിൻ. മുഅ്മിനായ അവസ്ഥയിൽ ഒരാൾ മദ്യപിക്കില്ല, ഖംർ ഉപയോഗിക്കില്ല, ലഹരി ഉപയോഗിക്കില്ല, ഡ്രഗ്സ് ഉപയോഗിക്കില്ല. വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ. മുഅ്മിനായിക്കൊണ്ട് ഒരു മോഷ്ടാവ് മോഷ്ടിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അഥവാ ഈമാൻ പുറത്തു പോകുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയാണിത്. ഒരു വിശ്വാസിയായ മുസ്ലിമായ മനുഷ്യൻ ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ, അഥവാ ഡ്രഗ്സ് അയാൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം ആ നിമിഷം ഈമാൻ അവനിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണെന്ന്. വേറെ ചില ഹദീസുകളിൽ ഇതിനെ വിശദീകരിക്കണ കാണാൻ സാധിക്കും. ഈമാൻ അവനിൽ നിന്ന് പുറത്തുപോയി അവൻ്റെ തലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. അവൻ ആ നീച വൃത്തിയിൽ നിന്ന് വിരമിക്കുമ്പോഴാണ് ഈമാൻ അവനിലേക്ക് തിരിച്ചു വരുന്നത്. വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന മനുഷ്യൻ, മദ്യപാനത്തിൽ ഏർപ്പെടുന്ന മനുഷ്യൻ, പാർട്ടികളിൽ പോയി ബിയറുകളും മറ്റൊക്കെ നുണയുന്ന മനുഷ്യന്മാർ, അവർ മനസ്സിലാക്കേണ്ടത് ആ സമയം ഈമാൻ അവനിൽ നിന്ന് പുറത്തു പോകും. ഈമാനും അവനും ഒന്നിച്ചിരിക്കൂലാണ്. എന്നിട്ട് അവൻ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ ഈമാൻ പുറത്തായിരിക്കും. ആലോചിക്കും, ആ സമയത്താണ് അവൻ മരിക്കുന്നെങ്കിൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? ഈമാൻ ഇല്ലാത്തവനായിട്ട് മരിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നാണ് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസുകളെ വിശദീകരിക്കുക പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക, ഈമാനുമായി ബന്ധപ്പെട്ടതാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതുമായി കലഹിക്കുന്നതാണ്. ഈമാനിൻ്റെ ഒരു ശോഭയ്ക്ക് ചേർന്നതല്ല ഒരു മനുഷ്യൻ ലഹരി ഉപയോഗിക്കുക എന്നുള്ളത്. അവൻ്റെ സ്വന്തം വ്യക്തിത്വവും അസ്തിത്വവും ബോധവും നഷ്ടപ്പെടുത്തുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് അവൻ ജീവിക്കുക എന്നത് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന് ചേർന്നതല്ല. അതുകൊണ്ട് നിങ്ങൾക്കറിയോ, ലോകത്തെ ഏതെങ്കിലും മതം മദ്യപാനത്തിന്, ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിന് ഹദ് വെച്ചിട്ടുണ്ടെങ്കിൽ, ശിക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമായിരിക്കത്. ഇപ്പൊ ആധുനിക സൊസൈറ്റി ചില ഡ്രഗ്സുകൾക്ക് ഹദ് വെക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന് ശിക്ഷ നൽകാറുണ്ട്. ചില ഡ്രഗ്സുകൾക്കാണ്. പക്ഷേ മുഴുവൻ ഡ്രഗ്സിനും മാ ഖാമറൽ അഖ്ൽ, മനുഷ്യന്റെ ബുദ്ധിയെ സ്വാധീനിക്കുന്ന, തകിടം മറിക്കുന്ന സകല ഡ്രഗ്സിനും ഇസ്ലാം ഹദ് വെച്ചു. എത്രത്തോളം എന്നാൽ നസായി തന്നെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നസായി തന്നെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ്, മൻ ശരിബൽ ഖംർ, ആരെങ്കിലും ഖംർ ഉപയോഗിച്ചാൽ, മദ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു,
ഫജ്ലിദൂഹു, നിങ്ങൾ അവനെ അടിക്കുക, ചാട്ടവാറുകൊണ്ട് അടിക്കുക. സുമ്മ ഇൻ ശരിബ, പിന്നെയും അവനെ മദ്യപിക്കുകയാണെങ്കിൽ ഫജ്ലിദൂഹു, നിങ്ങൾ വീണ്ടും അവനെ ചാട്ടവാറുകൊണ്ടടിക്കുക. സുമ്മ ഇൻ ശരിബ, വീണ്ടും അവൻ മദ്യപിക്കുകയാണെങ്കിൽ ഫജ്ലിദൂഹു, നിങ്ങൾ അവനെ വീണ്ടും ചാട്ടവാറുകൊണ്ടടിക്കുക. സുമ്മ ഇൻ ശരിബ, നാലാമതും അവനെ മദ്യപിക്കുന്നത് കണ്ടാൽ ഫഖ്തുലൂഹു, നിങ്ങൾ അവനെ കൊന്നുകളഞ്ഞേക്കുക. ഉദ്ധരിച്ചതാ, സ്വഹീഹാണ്. ഇബ്നു ഹുസൈം ഉദ്ധരിച്ചു. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി ഈ ഹദീസ് സ്വഹീഹാണെന്ന് ഹുക്കം ചെയ്തു. മുഹദ്ദിസുകളൊക്കെ ഹസനായിട്ടും സ്വഹീഹായിട്ടും ഈ ഹദീസ് സ്വീകരിച്ചു. 3 പ്രാവശ്യം എന്ത് ചെയ്യുക? ചാട്ടവാറു കൊണ്ടടിക്കുക. 4ാമത്തെ പ്രാവശ്യം കൊന്നുകളഞ്ഞേക്കുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങളിൽ മദ്യപാനത്തിന് അല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിൽ ഉള്ള ലഹരികൾക്ക് പലതിനും വധശിക്ഷയില്ല? എന്തുകൊണ്ടാണത്? 2 അഭിപ്രായമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ മുഹദ്ദിസുകൾ പറഞ്ഞത്, ഉലമാക്കൾ പറഞ്ഞത്. ഒന്ന്, ഇത് ഇസ്ലാമിൻ്റെ ആദ്യ കാലത്തെ നിയമമായിരുന്നു 4ാമത്തെ തവണ കൊന്നുകളഞ്ഞേക്കണമെന്നുള്ളത്. 3 തവണ ലഹരി ഉപയോഗിച്ച് ശിക്ഷിക്കപ്പെടുകയും 4ാമത്തെ തവണ വീണ്ടും അത് ഉപയോഗിക്കുന്നത് കണ്ടാൽ ഫഖ്തുലൂഹു, അവനെ കൊന്നേക്ക് എന്ന് പറയുന്ന ആ ശിക്ഷ, അത് ആദ്യകാലത്ത് ശിക്ഷയായിരുന്നു. പിന്നെ അത് നസ്ഖ് ചെയ്യപ്പെട്ടു, ദുർബലപ്പെടുത്തി. പിന്നെ ചാട്ടവാറ് കൊണ്ടടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് 40 ചാട്ടവാറടികളാണ് കൊടുത്തിരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് 40 ചാട്ടവാറടികൾ തന്നെ തുടർന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തെത്തിയപ്പോൾ 80 ചാട്ടവാറടിയായി. അതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത്, ഇത് ആ 40 അടിയിൽ ഒതുക്കി നിർത്തേണ്ട കാര്യമല്ല, മറിച്ച് ഭരണാധികാരിക്ക് തോന്നുന്ന നിലപാട് സ്വീകരിക്കാം. സമൂഹത്തിന് അനുഗുണമായി ഇന്ന നിലപാട് സ്വീകരിക്കണമെന്ന് ഏത് ഭരണാധികാരിക്ക് തോന്നുന്നുവോ അവർക്ക് ഈ ഹദ്ദിൽ വ്യത്യാസം വരുത്താം. ഇത് അള്ളാഹും റസൂലും പഠിപ്പിച്ച പോലെ തന്നെ കീപ്പ് ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട നിയമമല്ല, തഅബ്ബുദിയല്ല, അതുപോലെ തന്നെ ചെയ്തു പോകേണ്ടതല്ല. മറിച്ച് ഒരു ഹദ്ദ് അവിടെ വേണം. ആ ഹദ്ദ് വേണം എന്ന് അള്ളാഹു റസൂലും നിശ്ചയിച്ചു. ഹദ്ദ് ഭരണാധികാരിക്ക് തീരുമാനിക്കാം കാലഘട്ടത്തിനനുസരിച്ച്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തും പിന്നെ 40 അടിയായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് 80 അടിയായി. 80 അടിയായി. ഇങ്ങനെ ഭരണാധികാരിക്ക് തീരുമാനിക്കാം. അങ്ങനെ ഒരു ഭരണാധികാരി സമൂഹത്തിനെ ബാധിക്കും, സമൂഹത്തെ ഉപദ്രവിക്കും, അതിനെ സ്വാധീനിക്കും. ഒരുത്തന്റെ മദ്യപാനം, ലഹരി ഉപഭോഗം എന്ന് തോന്നുകയാണെങ്കിൽ അയാൾക്ക് വധശിക്ഷ നടത്താവുന്നതാണ് എന്നാണ് ഈ ഹദീസിനെ പറ്റി 2ാമത് ഉലമാക്കൾ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, സൗദി അറേബ്യയിൽ മദ്യപിച്ചതിന് വധശിക്ഷയില്ലെങ്കിലും ഡ്രഗ്സ് ഉപയോഗിച്ചാൽ വധശിക്ഷ കിട്ടുന്നത് ചില കാണാം. ഭരണാധികാരിയുടെ ഇഖ്തിയാറിൽ പെട്ടതാണ്, അയാളുടെ ചോയ്സാണ്. അയാൾക്ക് തിരഞ്ഞെടുക്കാം ഏതാണ് കൂടുതൽ വിപത്ത്, സാമൂഹിക ദുരന്തമാകുന്നത്. അതിന് അനുസരിച്ച ശിക്ഷാ നടപടി ഭരണാധികാരിക്ക് സ്വീകരിക്കാം. ഇതാണ് ഈ ഹദീസിനെ പറ്റിയിട്ടുള്ള ഉലമാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായം. ഞാൻ പറയുന്നത് 2 അഭിപ്രായം എടുത്താലും എത്രമാത്രം നീചമായ ഒരു പ്രവൃത്തിയായിട്ടാണ് അള്ളാഹുവും റസൂലും ഇതിനെ കാണുന്നത്. ഒരു സത്യവിശ്വാസി സഹകരിക്കാനേ പാടില്ല, സത്യവിശ്വാസി അടുക്കാനേ പാടില്ല, ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ഈ വിപത്തിനെതിരെ, ഈ സാമൂഹിക ദുരന്തത്തിനെതിരെ വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ അവരുടെ ഈമാനിന്റെ മാറ്റുകൂട്ടുമെന്ന് അള്ളാഹുവും റസൂലും പഠിപ്പിക്കുക. അത്രക്കും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളുടെ ഇടയിൽ ഇതിങ്ങനെ ശീലായി തുടങ്ങി. ഒരു ബിയർ അടിച്ചു എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത മുസ്ലിം ചെറുപ്പക്കാരെ നമുക്ക് കാണാം. അവൻ പറഞ്ഞതെന്താ? ആളുകൾ അതിനൊക്കെ മദ്യമായിട്ടോ അതിനൊക്കെ ലഹരിയായിട്ടോ കണക്കാക്കാത്ത അവസ്ഥ നമുക്ക് തോന്നാണ്. നമ്മുടെ മനസ്സിൽ അതൊരു പ്രശ്നമല്ലാതെ തോന്നുന്ന അവസ്ഥയുണ്ട്. എന്നാൽ ഇസ്ലാം എത്ര കണിശമായിട്ടാണ് ഈ നിലപാട് സ്വീകരിച്ചത്. നിങ്ങൾ ആലോചിക്കുക. അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ഒരു ഹദീസ് ഞാൻ കേൾപ്പിച്ചതാ. ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ച അല്ലാമ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹാണ് എന്ന് ഹുക്മ ചെയ്ത ഒരു ഹദീസ്. അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായിട്ട് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം സൂചിപ്പിക്കാണ്, മൻ ശരിബൽ ഖംർ, ആരെങ്കിലും ഖംർ ഉപയോഗിച്ചാൽ. ഖംർ എന്ന് പറഞ്ഞാൽ എന്താ? മാ ഖാമറൽ അഖൽ, അത് നമ്മൾ മറന്നു പോകരുത്. ഖംർ എന്ന് പറഞ്ഞാൽ മാ ഖാമറൽ അഖൽ, ബുദ്ധിനെ സ്വാധീനിക്കുന്ന,
തലച്ചോറിനെ ബാധിക്കുന്ന, ആത്മനിയന്ത്രണത്തെ, സെൽഫ് കൺട്രോളിനെ ബാധിക്കുന്ന എല്ലാ വസ്തുക്കളും, അത് കുടിക്കുന്നതാകാം, ഞാൻ പറഞ്ഞ പോലെ മണക്കുന്നതാകാം, പുകക്കുന്നതാകാം, വലിക്കുന്നതാകാം, പൊടിയാകാം, പുകയാകാം, എന്താകാം, ലഹരിയായി ഉപഭോഗം ചെയ്യുന്ന വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിച്ചാൽ, മൻ ശരിബൽ ഖംർ, അങ്ങനെ നിങ്ങൾ ഖംർ ഉപയോഗിച്ചാൽ, വശകിറ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 സുബാഹൻ വഇൻ മാത ദഖല അന്നാർ. അങ്ങനെ ഒരുത്തൻ മദ്യം ഉപയോഗിക്കുകയും അവൻ ലഹരി ബാധിക്കുകയും ചെയ്താൽ, ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 സുബാഹൻ, അവനിൽ നിന്ന് 40 ദിവസത്തെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. 40 ദിവസത്തെ നിസ്കാരം, സുബഹി മുതൽ ഇശാ വരെ 40 ദിവസം അവൻ നിസ്കരിച്ച നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. ഒരൊറ്റ നേരം ഒരു കല്യാണ പാർട്ടിയിൽ നിന്ന്, ഒരു കൂട്ടുകാരന്റെ പാർട്ടിയിൽ നിന്ന്, ഒരു സൽക്കാരത്തിൽ നിന്ന് ഒരുത്തൻ ഒരു വീഞ്ഞ് കുടിച്ചാൽ, ബിയർ കുടിച്ചാൽ, മദ്യപിച്ചാൽ, ഒരു പുകയെടുത്താൽ, അവന്റെ തലച്ചോറിനെ അത് സ്വാധീനിച്ചാൽ 40 ദിവസം അവൻ നമസ്കരിച്ച നമസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. മാത ദഖലന്നാർ, ആ അവസ്ഥയിൽ 40 ദിവസത്തിന്റെ ഇടയിൽ അവൻ മരണപ്പെട്ടാൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചു. അവൻ നരകത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് അല്ലാഹ് ആ 40 ദിവസമാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. ഫഇൻ താബ, അതിനിടയിൽ അവൻ തൗബ ചെയ്താൽ താബല്ലാഹു അലൈഹി, അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കും. വഇൻ ആദ, അതല്ല അവൻ വീണ്ടും തൗബക്ക് ചെയ്തിട്ട് വീണ്ടും മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ, ഫശരിബ ഫസകിറ, എന്നിട്ട് അവൻ ഇതുപോലെ തന്നെ വീണ്ടും മദ്യപിക്കുകയോ ലഹരിയുടെ ഏതെങ്കിലും ഉപഭോഗം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ, ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 സുബാഹൻ, അവനിൽ നിന്ന് വീണ്ടും 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഫഇൻ മാത ദഖലന്നാർ, വീണ്ടും അവൻ മരിച്ചാൽ, അതിനിടയിൽ ഇത് വീണ്ടും അവൻ മരിച്ചു പോവുകയാണെങ്കിൽ ദഖലന്നാർ, അവൻ എന്തായിരിക്കും? അവൻ നരകത്തിൽ പ്രവേശിക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രല്ല, ഇത് 3 പ്രാവശ്യമാണ് ഇത് പറഞ്ഞത്. ഒരുത്തൻ മദ്യപിക്കുന്നു, എന്നിട്ട് 40 ദിവസത്തെ അവന്റെ നിസ്കാരം ബാത്തിലാക്കുന്നു. ആ ദിവസത്തിന്റെ ഇടയിൽ അവൻ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നു. അവൻ തൗബ ചെയ്യുകയാണെങ്കിൽ തൗബ അല്ലാഹു സ്വീകരിക്കുന്നു. അവൻ വീണ്ടും മടങ്ങുകയാണെങ്കിൽ അവന്റെ 40 ദിവസത്തെ നമസ്കാരം പോകുന്നു. അതിനിടയിൽ അവൻ മരിക്കുകയാണെങ്കിൽ അവൻ നരകത്തിൽ പോകുന്നു. ഇങ്ങനെ 3 പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. വഇൻ ആദ കാന ഹഖൻ അലല്ലാഹി അൻ യസ്തഖിയഹു മിൻ റദഖത്തിൽ ഖബാലി യൗമൽ ഖിയാമ. 4ാമത്തെ തവണയും അവൻ ഈ ലഹരിയിലേക്ക് മടങ്ങുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന് ഈ ശിക്ഷയ്ക്ക് പുറമെ അവനെ സംബന്ധിച്ച് റദഖത്തിൽ ഖബാൽ, അവനെ കൊണ്ട് കുടിപ്പിക്കും എന്നാണ്. ഖാലു, സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമാ റദഖത്തുൽ ഖബാൽ, എന്താണ് അല്ലാഹുവിന്റെ റസൂലേ റദഖത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ? ഖാൽ, അവിടെന്ന് പറഞ്ഞു, ഉസാറത്തു അഹ്ലിന്നാർ, നരകത്തിലെ ആളുകൾ ചുട്ടുപഴുത്ത് അവരുടെ തൊലികൾ ഉരുകുമ്പോൾ ആ തൊലികളിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചലവും രക്തവും വയർപ്പും അടങ്ങുന്ന ഒരു ദ്രാവകമാണ്. അത് മദ്യപാനിക്ക് കുടിക്കാൻ, ഡ്രഗ്സ് ഉപയോഗിച്ചവന് നരകത്തിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ ഒരു പടി കൂടി, ഒരു സ്പെഷ്യലായ ശിക്ഷ എന്ന നിലയ്ക്ക് അത് അള്ളാഹു അവനെ കൊണ്ട് കുടിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ, റബ്ബ് സുബ്ഹാനഹു വതആലയ്ക്ക് അങ്ങേയറ്റത്തെ വെറുപ്പുള്ള കാര്യമാണ് അത്, ലഹരി ഉപയോഗിക്കുക എന്നുള്ളത്. ഒരു തവണ ഉപയോഗിച്ചാൽ 40 ദിവസം നമസ്കരിക്കാത്തവനായിട്ട്, ആ നിസ്കാരം സ്വീകരിക്കൂല, 40 ദിവസം നമസ്കരിക്കാത്തവനായിട്ട് അവൻ മാറും. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത മന്നാനുൻ വലാ ആഖുൻ വലാ മുദ്മിനുൽ ഖംറിൻ. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല ആര്? മന്നാനുൻ. മന്നാൻ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു മനുഷ്യന് അവന്റെ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ഒരു ഉപകാരം ചെയ്തു, ആ ഉപകാരം എടുത്തു പറഞ്ഞ് നടന്ന് ആ ആളെ വിഷമിപ്പിക്കുന്നവൻ. ഒരു സദഖ കൊടുത്തിട്ടുണ്ടെങ്കിൽ
ഒരു സ്വതക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വതക്ക കൊടുത്തതിൻ്റെ റെസ്പെക്റ്റ് ഇങ്ങോട്ട് വേണമെന്ന് ചോദിച്ച് വാങ്ങുന്നവൻ, ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ സദാസമയങ്ങളിൽ ഞാനൊക്കെ കനിഞ്ഞതുകൊണ്ട്, ഞാനൊക്കെ സഹകരിച്ചതുകൊണ്ട് നിനക്ക് പറ്റി, നിനക്കിത് നടന്നു എന്നൊക്കെ പറഞ്ഞ് നിരന്തരം എടുത്ത് ചെയ്ത ഉപകാരങ്ങൾ അതിങ്ങനെ എടുത്തു പറഞ്ഞ് നടക്കുന്ന ആളുകൾ അവരെവിടേക്ക് പ്രവേശിക്കൂല? ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കൂല. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തതിൻ്റെ പേരിൽ അവൻ ബഹുമാനിക്കണം അവൻ എന്നെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം, എന്നോട് റെസ്പെക്റ്റ് വേണം, അല്ലെങ്കിൽ അത് എൻ്റെ ഒരു ഹക്കാണ് എന്ന് തോന്നൽ മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേക്ക്. കൂലി കിട്ടൂല എന്നല്ല റസൂലുള്ള പറഞ്ഞത്. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ തന്നെ പോകാൻ പോണില്ല എന്നാ. സ്വർഗത്തിൽ തന്നെ അവൻ പോകാൻ പോണില്ല. അതുകൊണ്ട് കൊടുക്കുമ്പോൾ പടച്ചോന് വേണ്ടി കൊടുക്കുക, പടച്ചോന് വേണ്ടി കൊടുത്തത് പടച്ചോനപ്പോട് മാത്രം ചോദിക്കുക. അതല്ലാതെ അതിൻ്റെ യാതൊരു ഇമ്പാക്റ്റും നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഒന്നാമത്തത് മന്നാനാണ്. ഇനി രണ്ടാമത്തെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വല ആഖുൻ. ആരാ ആഖ്? ആഖ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ ഉപദ്രവിച്ചവൻ, കണ്ണീരിലാക്കിയവൻ. അവൻ എവിടേക്ക് പോവില്ല? സ്വർഗത്തിൽ പോവില്ല. അവൻ ഇനി എത്ര തല കുത്തി മറിഞ്ഞിട്ട് നിസ്കരിച്ചാലും ശരി, അവന് രാവിന്റെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് ഇരന്നാലും ശരി, ഹജ്ജ് ഉംറയുമടക്കം അവൻ റബ്ബിന് വേണ്ടി എന്ത് ചെയ്താലും ശരി, അവന്റെ വാപ്പയും അവന്റെ ഉമ്മയും അവനെപ്പറ്റി ഓർത്ത് കരഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു ജന്മം അവന് മനുഷ്യജന്മമായി കിട്ടാതിരിക്കുന്നതാണ് അവന് നല്ലത്. മനസ്സിലാക്കി? എന്തെങ്കിലും മൃഗായി ജനിക്കായിരുന്നു അവനക്ക് ഖൈറ്. സ്വന്തം വാപ്പനും ഉമ്മനും കണ്ണീര് കുടിപ്പിച്ചവൻ, വിഷമിപ്പിച്ചവൻ, അവരെ ദുരന്തത്തിലാഴ്ത്തിയവൻ, അവനെ സംബന്ധിച്ച് മനുഷ്യനാകാതിരിക്കലാണ് അവന് നല്ലത്. അത്രത്തോളം അള്ളാഹുവും റസൂലും അവനെ വെറുക്കുന്നു. അള്ളാഹുവിന്റെ ശിക്ഷ അവന് മേൽ വാഗ്ദാനം ചെയ്യപ്പെടുന്നു. അതിലെ ഒരു ശിക്ഷയാണ് ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ അവൻ കയറാൻ പോകുന്നില്ല. രണ്ടാമത്തത്. മൂന്നാമത്തെ റസൂലുള്ള പറഞ്ഞു വലാ മുദ്മിനുൽ ഖംർ, മദ്യത്തിന്റെ ലഹരിയുടെ ഖംറിന്റെ അടിമ. അവനെവിടെ പോവില്ല? സ്വർഗത്തിൽ പോവില്ല. ഖംറിന്റെ അടിമ, ഡ്രഗ്സിന്റെ അടിമ. ആ ഡ്രഗ്സ് ഉപയോഗിക്കാതെ ഇരുന്നാൽ, അവന്റെ കൈകൾ വിറച്ചാൽ മനസ്സിലാക്കിക്കോ, അവൻ നരകത്തിലേക്കുള്ളവനാണ്, സ്വർഗവാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നവനാണ്. ആ അടയാളാണ് ആ വിറ. മനസ്സിലായോ? ആ പൊടി ഉപയോഗിച്ചില്ലെങ്കിൽ, ആ പുക കിട്ടിയില്ലെങ്കിൽ അവന് ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നു, അവൻ വയലന്റ് ആകുന്നു, അവന് നോർമലായി ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. എങ്കിലും മനസ്സിലാക്കിക്കോ, അതാണ് ആര്? മുദ്മിനുൽ ഖംർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ പോവൂല എന്ന് പറഞ്ഞ ആ മുദ്മിനുൽ ഖംർ അതാണ്. അല്ലാതെ നമ്മുടെ നാട്ടിൽ മുഴുകുടി എന്ന് പരിഭാഷപ്പെടുത്തി. അപ്പം നമ്മളെ ആൾക്കാരുടെ വിചാരം എന്താ? ഇങ്ങനെ ചാരായവും പിന്നെ ഡ്രഗ്സും അതുപോലെ മറ്റുള്ള അങ്ങനെ പാനീയങ്ങൾ കുടിച്ചിറക്കുന്ന ആൾക്കാരെ പറ്റിയിട്ട് അല്ല. മാ ഖാമറൽ അഖൽ, അഖലിനെ സ്വാധീനിക്കുന്ന, ബുദ്ധിയെ സ്വാധീനിക്കുന്ന വസ്തു അത് ഉപയോഗിച്ചാൽ, ഒരു നിശ്ചിത അളവിൻ്റെ മേലേക്ക് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മുടെ തലച്ചോറ് അതിൻ്റെ പ്രവർത്തനങ്ങൾ തകിടം മറിയുകയാണെങ്കിൽ ആ വസ്തുവിനാണ് ഖംർ എന്ന് പറയുക. അത് കുടിക്കണാകും, വലിക്കണാകും, മണക്കണാകും, പൊടിയാകും, പുകയാകും, എന്താകും. പക്ഷേ അള്ളാഹുവും റസൂലും ശാപം ഏർപ്പെടുത്തിയ, ശാപം പറഞ്ഞ ഒരു കാര്യമായിട്ട് അത് മനസ്സിലാക്കാം. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികൾക്ക് ഈ ദുനിയാവിൽ മദ്യവും ലഹരിയും ഒക്കെ ഒഴിവാക്കിയ ആളുകൾക്ക് അള്ളാഹ് പരലോകത്ത് അവന് വിശിഷ്ടമായ മദ്യവും ലഹരിയും അള്ളാഹ് കൊടുക്കും, പരലോകത്ത് കൊടുക്കും. ലഹരിയുടെ ആനന്ദം മാത്രമുള്ള, അപകടമില്ലാത്ത, ലഹരിയുടെ രസങ്ങൾ മാത്രമുള്ള, അപകടങ്ങളില്ലാത്ത ലഹരി അള്ളാഹ് അവർക്ക് കൊടുക്കും പരലോകത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ പറയാ, അത് അള്ളാഹു തടയുന്നത് ആർക്കാണ്? അള്ളാഹു തടയുന്നത് കുല്ലു മുസ്കിരിൻ ഖംറുൻ വ കുല്ലു മുസ്കിരിൻ ഹറാമുൻ. ചലയെ ബാധിക്കുന്ന ലഹരി അത് എല്ലാം ഖംറാണ്, ചലയെ ബാധിക്കുന്ന ലഹരിയെല്ലാം ഹറാമാണ്. വമൻ ശരിബൽ ഖംറ ഫിദ്ദുനിയ, ആരെങ്കിലും അങ്ങനെ തലച്ചോറിനെ ബാധിക്കുന്ന, ബ്രെയിനിനെ ബാധിക്കുന്ന ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയും ഫമാത, എന്നിട്ട് മരണപ്പെടുകയും ചെയ്താൽ വഹുവ യുദ്മിനുഹാ ലം യതുബ്, അവൻ തൗബ ചെയ്യാതെ മുഴു കുടിയനായി അല്ലെങ്കിൽ മുഴു ഡ്രഗ്സ് അഡിക്റ്റായി അവൻ മാറിയിട്ടുണ്ടെങ്കിൽ ലം യശ്റബ്ഹാ ഫിൽ ആഖിറ, പരലോകത്ത് അവൻ അത് കുടിപ്പിക്കപ്പെടില്ല, ആസ്വദിപ്പിക്കപ്പെടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികൾ ഇത്തരം മ്ലേച്ഛവൃത്തികളിൽ നിന്ന് മാറി നിന്നാൽ, മദ്യത്തിൽ നിന്ന് മാറി നിന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവന് പരലോകത്ത് മദ്യം കൊടുക്കും.
ആ മദ്യത ഈ ദുനിയാവിൻ്റെ പോലെ അപകടങ്ങളുള്ള, ഈ ദുനിയാവിലെ പോലെ മനുഷ്യനെ നെഗറ്റീവായി ബാധിക്കുന്ന മദ്യമല്ല, മറിച്ചേതാ, അവന് മദ്യത്തിൽ നിന്ന്, ലഹരിയിൽ നിന്ന് കിട്ടുന്ന രസവും സന്തോഷവും മാത്രമടങ്ങുന്ന, അതിൻ്റെ അപകടങ്ങളില്ലാത്ത, പാർശ്വഫലങ്ങളില്ലാത്ത മദ്യം അല്ലാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല വ്യഭിചാരത്തിലേർപ്പെടാത്ത മനുഷ്യന് ഇണകളെ അല്ലാഹു സ്വർഗത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ദുനിയാവിൽ മ്ലേച്ഛവൃത്തികളിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകമുള്ള അനുഗ്രഹങ്ങൾ പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുന്ന വിഭാഗം ഇവിടെ അത് ഉപയോഗിച്ചാൽ അവർ അല്ലാഹു സുബ്ഹാനഹു തആല അത് എന്താക്കില്ല, അവർക്കത് പരലോകത്ത് കൊടുക്കൂല. അതുകൊണ്ട് മുസ്ലിം സമൂഹം ശ്രദ്ധിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്ത് സജീവമായിട്ട് ഈ ലഹരി ഉപഭോഗത്തിന്റെ പാതയിലേക്ക് മാറും എന്ന് അള്ളാഹുവിൻ്റെ റസൂല് കാലെ കൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ, എൻ്റെ ഉമ്മത്തിൽ ഒരു ജനത ഉണ്ടാകുക തന്നെ ചെയ്യും. എൻ്റെ ഉമ്മത്തിൽ ഒരു ജനത ഉണ്ടാകുക തന്നെ ചെയ്യും. യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ. ആ ജനതയുടെ പ്രത്യേകത എന്താ? യസ്തഹില്ലൂന, അവർ ഹലാലാക്കി കളയും, അനുവദനീയമാക്കി കളയും. ഏതൊക്കെ? അൽ ഹിറ വൽ ഹരീറ, വ്യഭിചാരവും പട്ടും അവരെന്ത് ചെയ്യും? അനുവദനീയമാക്കും. പട്ട് പുരുഷന്മാർക്ക് നിഷിദ്ധമാണ്, അവരത് പുരുഷന്മാർക്ക് അനുവദനീയമാക്കി കളയും. വ്യഭിചാരം പുരുഷന്മാർക്ക് അനുവദനീയമാക്കി കളയും. പിന്നെയോ വൽ ഖംറ വൽ മആസിഫ, അതുപോലെ തന്നെ അവർ ലഹരിയും മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്, മആസിഫ് എന്ന് പറഞ്ഞാൽ അതാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, സംഗീതോപകരണങ്ങൾ, അതെല്ലാം ഹലാലാക്കുന്ന ഒരു ജനത അവസാന കാലത്ത് എൻ്റെ ഉമ്മത്തിലേക്ക് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ ഗൗരവത്തിൽ ഇതിനെ കാണണം. ഇതിനൊക്കെ പലതും ഇളവും പലതും പിന്നെ അതിനെപ്പറ്റിയിട്ട് ഇങ്ങനെ ഹലാലാക്കി തരാനൊക്കെ ആളുകളും പിന്നെ പണ്ഡിതന്മാരൊക്കെ ഇതുണ്ടാവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സംഗീത ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് മുസ്ലിം സൊസൈറ്റിയിലെ ഭൂരിപക്ഷത്തിൻ്റെയും ചിന്ത എന്താ? ഒരു നിസ്സാരമായ കാര്യം, അത് ഒരിക്കലും ദീനുമായി ബാധിക്കാത്ത കാര്യം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഉലമാക്കൾ ഈ വിഷയത്തിൽ എത്രമാത്രം ചർച്ചകൾ നടത്തി എന്നതിനെപ്പറ്റി യാതൊരു ബോധവുമില്ലാത്ത സമൂഹമായിട്ട് മുസ്ലിം സൊസൈറ്റി മാറി. ഏത്? മആസിഫിൻ്റെ കാര്യം, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നത്, ആസ്വദിക്കുന്നത്, അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ, അത് ഈ കാലഘട്ടത്തിൽ ആ ചർച്ച ചെയ്തവൻ അത് പാടില്ല എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞവൻ കാലഘട്ടത്തിന് യോജിക്കാത്തവനാക്കി അവനെ മുദ്രകുത്തുകയും അവനെ ഒരു അപരിഷ്കൃതനാക്കി മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സ്ഥിതിവിശേഷം നമുക്കിടയിലുണ്ട്. ആ പറയുന്നത് പണ്ഡിതന്മാരിലെ മഹാഭൂരിപക്ഷവും ഇത് ഹറാമാണെന്ന് പറഞ്ഞവരാ. സംഗീത ഉപകരണങ്ങൾ ആകപ്പാടെ ദഫ് മാത്രമാണ് ഇസ്ലാം അനുവദിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നമുക്ക് കാണാം, ദഫ് ആഘോഷവേളകളിൽ ഉപയോഗിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇളവ് കൊടുത്തു. അതല്ലാത്ത എല്ലാ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ചു എന്ന് നമുക്ക് കാണാം. അതാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ലയഖൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ, എൻ്റെ ഉമ്മത്തിൽ ഒരു ജനവിഭാഗം ഉണ്ടാകും, യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ, സ്വർണവും പട്ടും അതുപോലെ തന്നെ സംഗീത ഉപകരണവും മദ്യവും ഹലാലാക്കുന്ന ഒരു ജനത എൻ്റെ ഉമ്മത്തിൽ ഉണ്ടാകും എന്നുള്ളാൻ റസൂൽ പറഞ്ഞു. പക്ഷെ അതിനെ പറ്റിയിട്ട് ഒരു ഗൗരവവും നമുക്കില്ല. അതാണ് ഞാൻ പറയുന്നത്, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പോയി. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഹറാമാണെന്ന് വിശ്വസിക്കുന്ന, അത് ഉപയോഗിക്കുന്നതും ആസ്വദിക്കുന്നതും തെറ്റാണ് എന്ന് ദൃഢബോധ്യമുള്ള എത്ര ആളുകൾ നമ്മുടെ പള്ളിയിലുണ്ടാവും, ഈ ജുമുഅ കേൾക്കാനിരിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞു, അതൊരു ഹലാലായി തോന്നി തുടങ്ങി. പണ്ഡിതന്മാരിൽപ്പെട്ട ചില ആളുകൾ ഹലാലാക്കുന്നതിന് വേണ്ടി ചില അസറുകൾ ഉദ്ധരിച്ചു തുടങ്ങി. ഒരു പുസ്തകം 50 തെളിവെന്നാണ് ആ പണ്ഡിത, അല്ലാഹു അദ്ദേഹത്തിനും പുറത്തു കൊടുക്കട്ടെ. ഞാനൊരു പുസ്തകം വായിച്ചത് 50 തെളിവുകൾ സംഗീതം ഹലാലാണെന്നതിന്. എന്നിട്ട് ഓരോ സഹാബികൾ, ഇന്ന സഹാബി കേട്ടു, ഇന്ന സഹാബി വീണ കേട്ടു, ഇന്ന സഹാബി ഹാർമോണിയം കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 50 തെളിവ്. മരിച്ചുപോയി പണ്ഡിതൻ.
അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. വലിയ സേവനം ചെയ്ത പണ്ഡിതനാ. പക്ഷേ ഒരു അസർ പോലും സ്വഹീഹില്ല. ആ 50 അസർ പരിശോധിച്ചപ്പോൾ ഒരു അസർ പോലും സ്വഹീഹായിട്ടില്ല, സ്വീകാര്യയോഗ്യമായിട്ടില്ല. മറിച്ച് അതിന് എതിരെ ഇബ്നു ഉമർ റളിയല്ലാഹു നിന്ന് ഒരു അസർ നമുക്ക് കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അദ്ദേഹം വീണ കേട്ടിട്ട് ഇങ്ങനെ ആസ്വദിച്ചു എന്ന് പറയുന്ന അസർ അദ്ദേഹം കൊടുത്തു. ആ അസർ ദഈഫാണ്. എന്നാൽ സ്വഹീഹായിട്ടുള്ള അസർ എന്താണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വീണ വായിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തൻ്റെ ചെവിട്ടിൽ വിരലുകൾ തിരികിയിട്ട് ശൈത്താന്റെ വാദ്യോപകരണം എന്ന് പറഞ്ഞിട്ട് വേഗം നടന്നുപോയി എന്നത് സ്വഹീഹാണ്. ഞാൻ പറയുന്നത് ഉലമാക്കൾ തന്നെ പണിയെടുത്തു, ഹലാലാക്കി കൊടുത്തു, സമൂഹം ഹലാലായിട്ട് സ്വീകരിച്ചു. ഒരു കുട്ടിക്കും അതിപ്പോൾ ഒരു ഹറാമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇത് തന്നെയാണ് മദ്യത്തിന് വരാൻ പോകുന്നത്. ഇത് തന്നെയാണ് മദ്യത്തിന് വരാൻ പോകുന്നത്. ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂന എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ. ഹലാലാക്കും ഒരു വിഭാഗം ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിൽ നിന്ന് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചേർത്ത് പറഞ്ഞ 2 വസ്തുക്കൾ എന്താ? അൽ ഹിറ വൽ ഹരീർ, പട്ടും വ്യഭിചാരവും. പട്ട് നിങ്ങൾ നോക്കിക്കോ, അടുത്തന്നെ ഹലാലാകും. പട്ടുവസ്ത്രം പുരുഷൻ ധരിക്കുന്നത് ഹലാലാക്കുന്ന അവസ്ഥ വളരെ സിമ്പിളായിട്ട് കാണാം. അതിനുശേഷം വ്യഭിചാരം വരും. വൽ ഖംറ വൽ മആസിഫ്, ഖംറും മആസിഫും, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സും മദ്യവും അല്ലെങ്കിൽ ലഹരിയും ഡ്രഗ്സും. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഇപ്പോൾ ഹലാലായി, ഈ ഡ്രഗ്സാണ് ഹലാലാവാൻ പോകുന്നത്. അതിലേക്ക് നമ്മൾ എത്തും. അല്ലാഹുവിന്റെ റസൂൽ എത്രത്തോളം പറഞ്ഞു, യശ്റബുന്നാസ് മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള ജനങ്ങൾ അവർ മദ്യപിക്കും. എന്നിട്ടോ ഉമ്മത്തി അൽ ഖംറ, അവർ ഖംർ ഉപയോഗിക്കും. യുസമ്മൂനഹ ബിഗൈരി ഇസ്മിഹ, മദ്യത്തിന്റെ പേരല്ലാത്ത പേരിട്ടിട്ട് അവരെന്ത് ചെയ്യും? അതുപയോഗിക്കും. ലഹരിക്ക് ലഹരിയുടേതല്ലാത്ത പേര് നൽകിയിട്ട് അവരത് ഉപയോഗിക്കും. എൻ്റെ ഉമ്മത്തിൽ നിന്ന് ജനവിഭാഗങ്ങൾ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അതുകൊണ്ട് സത്യവിശ്വാസികളെ, മഹാപാപമായിട്ട്, വലിയ പാപമായിട്ട് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച് തന്ന കാര്യമാണ് ഈ ലഹരി എന്നുള്ളത്. അത് എല്ലാ അർത്ഥത്തിലും വലിയ പാപമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, ഖംർ എന്ന് പറഞ്ഞാൽ, ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഉമ്മുൽ ഫവാഹിഷ്, മ്ലേച്ഛതകളുടെ മാതാവാണ്. ഒരു മനുഷ്യനിലെ സകല തെമ്മാടിത്തവും അവനിൽ നിന്ന് കൊണ്ടുവരുന്ന മ്ലേച്ഛതകളുടെ മാതാവാണ്. വ അക്ബറുൽ കബായിർ, മഹാപാപവുമാണ്. അല്ലാഹുവിന്റെ റസൂലാ പഠിപ്പിച്ചത്. ഇമാം ദാറഖുത്നി അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ പറയും, എല്ലാ തെമ്മാടിത്തത്തിന്റെ മാതാവാണ് മദ്യം അല്ലെങ്കിൽ ഖംർ, ഡ്രഗ്സ്. ആ മഹാപാപമാണത്. അക്ബറുൽ കബായിർ, വലിയ പാപങ്ങളിലെ ഏറ്റവും വലിയ പാപങ്ങളിലൊന്ന് അതാണ് ഡ്രഗ്സ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് അതുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ വിച്ഛേദിക്കുക. സകല വെറുപ്പും അതിനെതിരെ, സകല വിരോധവും വിദ്വേഷവും അതിനെതിരെ നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും വളർത്തുക. അതുമായിട്ടൊരു നിലക്കും സഹകരിക്കാൻ നമ്മൾ തയ്യാറാവരുത്. അതിനെ ചെറുതായി കാണാനും തയ്യാറാവരുത്. എല്ലാ ഹറാമും ഹലാലാകുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, ഈമാനുള്ളവൻ അതിനെ ചെറുതായി കണ്ടുടങ്ങും. ഈമാനുള്ളവൻ അതിനെ ചെറുതായി കാണും. അങ്ങനെ ചെറുതായി കാണുമ്പോഴാണ് സൊസൈറ്റിയിൽ അത് ഹലാലാവുക. അതുകൊണ്ട് നമുക്കത് വലുതാണ്, മഹാപാപമാണ്. അത് കാണുമ്പോൾ അത് ഉപയോഗിക്കുന്ന കൂട്ടുകാരൻ നാളെ മുതൽ നമുക്കുണ്ടാവരുത്. അത് ഉപയോഗിക്കുന്ന സഹപ്രവർത്തകൻ നാളെ മുതൽ നമുക്കുണ്ടാവരുത്. അതിനെ നിസ്സാരമായി അതിൻ്റെ വിലയിൽ നിന്ന് ജീവിക്കുന്ന, അതിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്നവൻ്റെ ഒരു ഭക്ഷണം, ഒരു പിടിച്ചോറ് നമ്മുടെ തൊണ്ടയിലേക്ക് വെക്കരുത്. തുപ്പിക്കളയണം അവൻ എന്തെങ്കിലും തന്നാൽ. എന്നിട്ട് അവനോട് പറയണം, ലഹരിയിൽ നിന്ന് പണമുണ്ടാക്കുന്ന നിന്റെ ഭക്ഷണം എനിക്ക് ഹറാമാണ് എന്ന് പറയണം. വെറുപ്പും അറപ്പും വിദ്വേഷവും നമ്മൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണം. അതാണ് ഖംർ. അത് നമ്മിൽ നിന്ന്, സത്യവിശ്വാസിയിൽ നിന്ന് അത് നോർമലൈസ് ചെയ്യുന്ന, അതിനൊക്കെ നിസാരമായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് തോന്നുന്ന അവസ്ഥ. ഡ്രഗ്സ് ഉപയോഗിക്കുന്ന, മദ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു അംശം ഉപയോഗിക്കുന്നവർക്ക് നമ്മൾ പെണ്ണ് കൊടുക്കാൻ പാടില്ല. പറയണം, ഇത്തരം തെമ്മാടിത്തികളെ അവർക്ക് ഞങ്ങളുടെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കില്ല. അങ്ങനെ സൊസൈറ്റിയിൽ അവൻ നിലയും ബലയുമില്ലാത്ത അറക്കുന്നവനായിട്ട് അവനും മാറണം.
അത് സത്യവിശ്വാസിൻ്റെ മനസ്സിൽ നിന്നാണ് ഉണ്ടാവേണ്ടത്. അവൻ്റെ മനസ്സിൽ തന്നെ ഇതൊക്കെ ഈ കാലത്തൊക്കെ സ്വാഭാവികമല്ലേ എന്നവൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഹലാലായി മാറും. അതുകൊണ്ട് വിശ്വാസികളെ, സമരമാണ് സത്യവിശ്വാസി ലഹരിക്കെതിരുണ്ടാവേണ്ടത്. റബ്ബ് സുബ്ഹാനഹു തആല കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധ മ്ലേച്ഛമായ തലച്ചോറിനെ ബാധിക്കുന്ന ലഹരികളിൽ നിന്ന് സമ്പൂർണ്ണമായി മാറി നിൽക്കാൻ അല്ലാഹു നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും അയൽവാസികൾക്കും നാട്ടുകാർക്കും എല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബ് മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്. നമ്മുടെ 2 സഹോദരന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ പള്ളിയിൽ സ്ഥിരം വരുന്ന ഒരു സഹോദരൻ, പിന്നെ വളരെ വലിയ പ്രയാസങ്ങളും രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെയായി അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മോടൊപ്പം എപ്പോഴും ഈ സഫിലിരിക്കുന്ന ആളാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സമ്പൂർണ്ണമായ ശിഫ അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാം പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും അല്ലാഹു കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. മറ്റൊന്ന്, നമ്മുടെ ഈ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി സഹകരിച്ച അബൂബക്കർ ബാപ്പു സാഹിബ് മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട നമ്മുടെ സഹോദരന്മാർ ആവശ്യപ്പെട്ടിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ സഹകരണം ഈ പള്ളിയിലുണ്ടായിട്ടുണ്ടല്ലോ. റബ്ബ് സുബ്ഹാനഹു തആല ഈ പള്ളിയിലെ എല്ലാ സൽക്കർമ്മങ്ങളിൽ നിന്നും ഓരോഹരി നിരന്തരമായ അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെറുതും വലുതുമായ ഒരുപാട് സൗകര്യങ്ങൾ ചെയ്ത് നൽകിയ ആളുകളിൽ പലരും മരണപ്പെട്ടു. റബ്ബ് സുബ്ഹാനഹു തആല അവർക്കെല്ലാം അവരുടെ ഖബറിലേക്ക് ഈ പള്ളിയിലെ നമസ്കാരം, ഈ പള്ളിയിലെ ആരാധനകൾ, ഈ പള്ളിയിലെ ഓത്തുകൾ, ഈ പള്ളിയിലെ ദിക്റുകൾ, ഈ പള്ളിയിൽ നടക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങൾക്കും അതിൻ്റെ ഓഹരിയും അല്ലാഹു അവർക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഖബറിലേക്ക് ഈ പള്ളിയിൽ നിന്ന്, ഇതിൻ്റെ പരിപാലനത്തിൽ നിന്നുള്ള സകല പ്രതിഫലങ്ങളും അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലത്തെ ജാരിയായി നിൽക്കുന്ന സദഖകൾ, അത് നൽകുന്നതിൻ്റെ ഗുണം മരണത്തിന് ശേഷമാണ് മനുഷ്യന് മനസ്സിലാവുക. നമ്മളൊരു പള്ളി പണിയുമ്പോൾ അതിലേക്ക് എന്തെങ്കിലും കൊടുത്താൽ, ഒരു മദ്രസ സംവിധാനത്തിന് കൊടുത്താൽ, അങ്ങനെ ജാരിയായി നിലനിൽക്കുന്ന ദീർഘകാലം നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾക്ക് നമ്മൾ എന്തെങ്കിലും ചെലവഴിച്ചാൽ, നമ്മൾ മരണപ്പെട്ടാലും ആ സൽക്കർമ്മങ്ങൾ അതിൻ്റെ പ്രതിഫലം അല്ലാഹു അത് നിലനിൽക്കുന്ന കാലത്തോളം നൽകിക്കൊണ്ടിരിക്കും. എന്നു മാത്രമല്ല, അതിൻ്റെ ഇമ്പാക്റ്റ് എത്ര കാലം നിലനിൽക്കുന്നോ അതിൻ്റെ പ്രതിഫലവും കൊടുക്കും. ഇപ്പോൾ ഈ പള്ളിയിൽ ഇവിടെ ഒരു മദ്രസയുണ്ട്. ആ മദ്രസ സംവിധാനം നടത്താൻ വേണ്ടി മുന്നിട്ടിറങ്ങിയ ആളുകൾ, അതിനുവേണ്ടി സാമ്പത്തികമായി സഹായിച്ച ആളുകൾ, മറ്റു വിവിധ സഹായങ്ങൾ നൽകിയ ആളുകൾ, അവർ ഇത് നടത്തുന്ന കാലമത്രയും അവർ മരണപ്പെട്ടു പോയാൽ അവരുടെ ഖബറിലേക്ക് പ്രതിഫലത്തും, ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക്, അക്കൗണ്ടിലേക്ക് പ്രതിഫലത്തും, മരണത്തിന് ശേഷം ഖബറിലേക്ക് പ്രതിഫലത്തും. ഇനി ആ മദ്രസയിൽ നിന്ന് ഒരു കുട്ടി പഠിക്കുകയും ഈമാൻ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി, അതിൻ്റെ തലമുറകൾ, അതിൻ്റെ പ്രബോധനം, അത് എവിടെയൊക്കെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട നന്മകൾ കാത്തു സൂക്ഷിച്ചോ അതിൻ്റെ ഒക്കെ ഒരു ഓഹരി ഇതുമായി ബന്ധപ്പെട്ടവർക്ക് കിട്ടും. അതാണ് ജാരിയായിട്ടുള്ള സദഖ, അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ ആ ജാരിയായ സദഖകളിൽ ഭാഗമാകാൻ ശ്രദ്ധിക്കണം. നമ്മുടെ പള്ളിയുമായും മദ്രസയുമായും അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടുന്ന സംരംഭങ്ങളുമായി സഹകരിച്ച ജാരിയായ സദഖയും അല്ലാത്ത സദഖയും നൽകിയ നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ പ്രതിഫലം ഇരട്ടിയായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ എല്ലാ പാപങ്ങളും അതിൻ്റെ പേരിൽ റബ്ബ് സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു അവരുടെ ഖബറിലേക്ക് ആ മഹാപ്രതിഫലം ഇരട്ടിയായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല അത്തരം സൽക്കർമ്മങ്ങളിൽ പങ്കുചേരാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات
ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.